ഹലോ, ഇറ്റ്സ് മീ ഗോപു ചിന്തുവിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആവുന്നതിൻ്റെ കാരണം പിന്നെ പറയാമെന്ന്. അപ്പോൾ ഇതാണ് ആ കാരണം. അതായത് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് മലപ്പുറത്തേക്ക് ഷിഫ്റ്റ് ആവുകയാണ്. ചിന്തുചേട്ടൻ മലപ്പുറത്തെ തിരൂർ KSF-ൽ ജോലിക്ക് കയറിയിട്ട് 1 വർഷം കഴിഞ്ഞേട്ടോ. അപ്പോൾ ഇനി ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് കൂടെ പോകാം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു നമ്മൾ. അപ്പോൾ എൻ്റെ ക്ലാസ്സൊക്കെ ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ജൂൺ 1-ാം തീയതി രാവിലെ 5:55 ജനശതാബ്ദിയിലാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ എൻ്റെ അമ്മയും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ തിരിച്ചു പോന്നു. കാരണം കുഞ്ഞാവിനെ കൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് അമ്മയും കൂടെ വന്നു. അപ്പം നമ്മൾ ഈ ജനശതാബ്ദിയിൽ ഇരുന്നും നടന്നും കിടന്നും ഒക്കെ എങ്ങനെയൊക്കെയോ ഒരു 8-9 മണിക്കൂർ തള്ളി നീക്കി ട്രെയിൻ അവിടെ എത്തിച്ചേരാൻ 1 മണിക്കൂർ ലേറ്റായിട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് ലഗേജ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ബാക്കി ലഗേജ് നമ്മൾ കാറിൽ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കാറും കൂടെ മലപ്പുറത്തേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഉള്ളൊരു നമ്മളൊരു ഫ്രണ്ട് കാറ് അവിടെ എത്തിച്ചു തന്നു. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങിയതും ആദ്യം ഗംഭീരമായൊരു മഴ, ഇടിയും മിന്നലും കാറ്റും ഒക്കെ ആയിട്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മഴ. ലിറ്ററലി നമ്മൾ പേടിച്ചു പോയി. അത്ര മഴയാണ്. നമ്മൾ ഒരുപാട് നേരം റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തു. കുടയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഷെഡിനകത്താണ് നിന്നെങ്കിൽ പോലും കാറ്റടിച്ച് നമ്മളും ലഗേജും ഒക്കെ നന്നായിട്ട് നനഞ്ഞു. പിന്നെ മഴ ഒരുവിധം തോർന്ന ശേഷം ഒരു ഊബർ എടുത്ത് നമ്മൾ നമ്മുടെ വാടക വീട്ടിലേക്ക് എത്തി. ഒരു റെൻറ്റഡ് ഫ്ലാറ്റ് ആയിരുന്നു. അവിടെ എത്തിയ ശേഷമുള്ള വിശ്വാസം ഒന്നും സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യമേ മറന്നുപോയി. കാരണം അവിടെ എത്തിയ ശേഷം ചിന്തുചേട്ടന് ഓഫീസിലോട്ടൊന്ന് പോകണമായിരുന്നു. പിന്നെ ഞാനും അമ്മയും എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യുന്നതിൻ്റെ തിരക്കിലായിപ്പോയി. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഒന്ന് പുറത്തിറങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൂടെ ഒന്ന് ബ്ലോഗ് ആക്കിയതിന് ശേഷം രണ്ടുകൂടെ മെർജ് ചെയ്ത് ഒന്നിച്ച് അപ്ലോഡ് ചെയ്യാമെന്ന്. അപ്പോൾ ഇനിയുള്ള വിശേഷം നമുക്ക് കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ എണീക്കാൻ തന്നെ ലേറ്റായി. പിന്നെ നനച്ച് കുളിച്ച് ഒക്കെ വന്നപ്പോഴത്തേക്ക് മണി 11:45. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഷോപ്പിലോട്ട് പോവാണ്. കുറച്ച് സാധനങ്ങളും കൂടിയൊക്കെ വാങ്ങാറുണ്ട് വീട്ടിലത്തേക്ക് അത്യാവശ്യമായിട്ട്. മെയിനായിട്ട് നമ്മൾ ഗ്യാസിൻ്റെ സിലിണ്ടർ എടുക്കണം. പാചകം ഇതുവരെ തുടങ്ങിയില്ല. അപ്പം ഇന്നിനി നൈറ്റ് തൊട്ടെങ്കിലും പാചകം സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ സിലിണ്ടർ എടുക്കണം. അമ്മ വീട്ടിലിരുന്ന് ബാക്കി അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളപ്പോൾ ഷോപ്പിലെത്തി. നമുക്കപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. ആദ്യം നമ്മൾ അവിടുത്തെ AK മോളിലാണ് പോയത്. അവിടെ നമ്മൾ വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു. പിന്നെ മയൂരിയിൽ ഒന്ന് കയറി. അവിടെ നിന്ന് നമ്മുടെ ചിരവ, ബക്കറ്റ്, കപ്പ്, പിന്നെ തറ തുടയ്ക്കുന്ന മോപ്പ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു. പിന്നെ ഒരു കുട്ടി സിലിണ്ടറും വാങ്ങിച്ചു. പിന്നെ ഫുഡും വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയി. അപ്പോൾ നമ്മൾ കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇന്നും ഉച്ചയ്ക്ക് കുക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് നമ്മൾ പുറത്തുനിന്ന് ബിരിയാണി വാങ്ങിച്ച് കഴിച്ചിട്ട് ഭയങ്കര ടയർഡായിരുന്നു കേട്ടോ. നമ്മൾ കിടന്ന് ഉറങ്ങി ഫ്രഷൊക്കെ ആയി ഇതായിപ്പോഴാണ് ഒന്ന് സെറ്റായത്. അപ്പോൾ വിചാരിച്ചു സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ ഒന്ന് ഓർഗനൈസ് ചെയ്തതും കൂടെ നിങ്ങൾക്കൊന്ന് വീഡിയോ എടുത്ത് കാണിക്കായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് വീട്ടിലത്തെ പാത്രങ്ങളും പിന്നെ കുറേ പാത്രങ്ങൾ പുതുതായിട്ടൊക്കെ വാങ്ങിച്ചു. അപ്പം അന്നാണ് നമ്മൾ മുമ്പ് അമ്മ ചേച്ചിക്ക് പാലിയാച്ചിൻ്റെ പാത്രങ്ങൾ സമ്മാനം ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നന്നായിട്ട് ഓടി. അപ്പോൾ ഇതും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ റെപ്പറ്റീഷൻ വേണ്ടല്ലോ എന്ന് കരുതി ഒഴിവാക്കിയതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമ്മളെ പുതിയ വീട്ടിലത്തേക്ക് വാങ്ങിച്ച പാത്രങ്ങളെല്ലാം കഴുകി ഉണക്കി വെച്ചിട്ട് കമത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒരു വീട്ടിലത്തേക്ക് വേണ്ട സകല സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഈ ബോട്ടിൽസൊക്കെ പല സൈസിലുള്ള. പിന്നെ ഇൻഡക്ഷൻ കുക്കർ ചേച്ചിയുടെ വീട് പാലിയാച്ചിന് 2 കിട്ടി. അതൊരെണ്ണം നമുക്ക് തന്നു. ഇതെല്ലാം കഴുകി അടുക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് അടുത്ത് നമ്മൾ പുതിയ വീട്ടിലത്തേക്ക് ഒരു മിക്സി വാങ്ങിച്ചിട്ടുണ്ട്. ഏതാണ്? ബജാജിൻ്റെ ആണല്ലേ? നമ്മുടെ മിക്സി. മൂന്ന് ജാറുകളുണ്ട്. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ ഗ്യാസ് സ്റ്റൗ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചേട്ടൻ്റെ സെലക്ഷനാണ് കേട്ടോ. ഇത് ഇന്ന് വാങ്ങിച്ചതല്ല. ഗ്യാസ് മിക്സിയൊക്കെ നമ്മളിന്ന് വരുന്നതിന് മുമ്പേ ചേട്ടൻ വാങ്ങിച്ച് വെച്ചതാണ്. ഓക്കെ.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന സാധനങ്ങളെല്ലാം ഓരോ ബോട്ടിൽസിലോട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഒന്നിച്ച് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ബോട്ടിലിൽ തട്ടി വയ്ക്കുന്നത്. ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്രാവശ്യം കുറച്ചുകൂടെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. കാരണം നമ്മൾ സ്വന്തമായിട്ട് ഇനി കൈകാര്യം ചെയ്യാൻ പോകണയാണല്ലോ. അപ്പോൾ എല്ലാം ഒരു ഏത് പാത്രത്തിൽ എന്ത് വെക്കണം എന്നൊക്കെ ഇങ്ങനെ നോക്കിയും കണ്ടൊക്കെ ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മയടുത്തൊക്കെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോരോ ബോക്സിൽ തട്ടി വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം ഓർഗനൈസ് ചെയ്തിട്ട് ഫുള്ളായിട്ടൊരു വീഡിയോ കാണിക്കാമെന്ന്. പിന്നെ വിചാരിച്ചു അങ്ങനെ കാണിച്ചാൽ സസ്പെൻസ് പൊള്ളിയില്ലേ, കാരണം നമുക്ക് അടുത്തൊരു കണ്ടൻ്റാണല്ലോ അത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കതൊരു ഹോം ടൂറായിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതും കാര്യങ്ങളുമായിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഹോം ടൂറായിട്ട് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇപ്പം നമ്മൾ ജസ്റ്റ് ഈ ഓരോരോ പാത്രങ്ങളിൽ നമ്മൾ ഇന്ന് രാവിലെ പോയി പർച്ചേസ് ചെയ്ത് വാങ്ങിച്ച് വന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ തട്ടി വയ്ക്കുന്നതൊക്കെയാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞാവെ കിടത്തി ഉറക്കിയ ശേഷം നമ്മളിങ്ങനെ സമാധാനമായിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ തട്ടി വെച്ചുകൊണ്ടിരിക്കണം കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ വീഡിയോയ്ക്കകത്ത് ഫുൾ ഓർഗനൈസ് ചെയ്തൊരു വീഡിയോ എടുക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഓർഗനൈസ്ഡ് ആകുന്നില്ല. കാരണം ഈ 2 ആഴ്ചയായി നമ്മളവിടെ പോയിട്ട് ഈ 2 ആഴ്ചയായിട്ടും സെറ്റായിട്ടില്ല എന്ന് വേണം പറയാം. കാരണം ഓരോന്നിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അയ്യോ അടുത്ത സാധനം വാങ്ങണം, പിന്നെ എന്തെങ്കിലും വാങ്ങാൻ വിട്ടുപോകും. അങ്ങനെ ഓരോ തവണയായിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആക്ച്വലി ഓരോന്നിങ്ങനെ തട്ടി വെച്ചപ്പോഴത്തേക്കുമാണ് നമ്മൾ ഓർഡർ ചെയ്ത ഈ ബോട്ടിൽസൊന്നും തികഞ്ഞില്ല, സാധനങ്ങളെല്ലാം തട്ടി വയ്ക്കുക. പിന്നെ പിറ്റേ ദിവസം നമ്മൾ തിരൂർ മാർക്കറ്റിലിറങ്ങി കുറച്ചുകൂടെ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ അമ്മ നമുക്കൊരു മിസ്റ്റർ കുക്കർ വാങ്ങിച്ചു തന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങനെ ഓരോരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഫുള്ളി ഓർഗനൈസ്ഡ് ആയിട്ടില്ല. ഇപ്പോൾ ഏകദേശം ഫുൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 2 ദിവസത്തെ ലീവിന് നാട്ടിൽ വന്നിരിക്കുകയാണ്. ഇനി തിരിച്ച് ഞാൻ അവിടെ പോയ ശേഷം എന്തായിരുന്നാലും ഒരു ഹോം ടൂറായിട്ട് തന്നെ ചെയ്യും. അപ്പം ഫുൾ കാണിക്കാം. എന്തായിരുന്നാലും ഇത്രയും ദിവസം വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാത്തപ്പോഴത്തേക്ക് ഒരുപാട് പേര് ചോദിച്ചു എന്താണ് ഇപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തതെന്ന്. അപ്പോൾ നിങ്ങളുടെ അന്വേഷണത്തിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർന്ന് നമ്മൾക്കിനി കൂടുതൽ മലപ്പുറം വിശേഷങ്ങളുമായിട്ട് നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇനി കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് കണ്ടൻസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.